പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589393335. വിജിലൻസ് പിടിയിലായ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാറിനെ കുറിച്ച് തനിക്ക് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. പിടികൂടിയ ജീവനക്കാരന് നഗരസഭയിലെ UDF നേതാക്കളുമായി ബന്ധമുണ്ടെന്നും ചെയർമാൻ ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം മേധാവി ജിതേഷ് കുമാർ ഇന്ന കാലത്താണ് അദ്ദേഹത്തെ വിജിലൻസ് പിടികൂടിയത്. ഒരു കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഇടയിലാണ് പിടിയിലായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ജിതേഷ് കുമാർ വടക്കാഞ്ചേരി നഗരസഭയിൽ വന്നിട്ട് കുറച്ചു കാലമായിട്ട് ആണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം വന്ന അവസരത്തിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ടായിരുന്നു. കാലത്ത് 8 മണിക്ക് അദ്ദേഹം വന്നാൽ UDFൻ്റെ പ്രമുഖരായിട്ടുള്ള ചില നേതാക്കന്മാർ അദ്ദേഹവുമായി വലിയ ചർച്ചയാണ് നടത്താറ്. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ചില നേതാക്കന്മാരുടെ വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഭരണസമിതിയുടെ എടുത്ത ചില തീരുമാനത്തിൻ്റെ ഒക്കെ തന്നെ രഹസ്യങ്ങൾ ഇദ്ദേഹമാണ് കൈമാറാൻ. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം ഈ കൈക്കൂലി കേസിൻ്റെ വീതം വാങ്ങലാണോ എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട് ജനങ്ങൾ. ആ സംശയം ദൂരീകരിക്കാൻ UDFൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ തയ്യാറാവണം. നല്ല രീതിയിൽ ഭരണം നടത്തുന്ന LDFനെ താറടിക്കുവാൻ വേണ്ടി UDFന്റെ ഒരു ആയുധമായാണ് ജിതേഷ് കുമാർ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കൈക്കൂലിക്ക് കൂട്ടുനിന്ന UDF നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നും PN സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇവിടെ സംശുദ്ധമായ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താറടിക്കുന്നതിന് വേണ്ടി UDFൻ്റെ ഒരായുധമായിട്ടാണ് ജിതേഷ് കുമാർ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ രേഖകളും ഇദ്ദേഹമായിട്ടാണ് അവരുടെ കൈമാറ്റമുണ്ടായത്. ഇപ്പോൾ അവരൊക്കെ തന്നെ വല്ലാതെ വർത്തമാനം പറയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇത്തരം രീതിയിലുള്ള കൈക്കൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാശ് വാങ്ങാനും കാശ് വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ള സ്ഥിതിയിലേക്ക് മാറിയത്. ഒരു മാസത്തെ ഗ്യാപ്പിനിടയ്ക്കാണ് ചില ഉദ്യോഗസ്ഥന്മാരുടെ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. എന്തായിരുന്നാലും കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അതിന് കൂട്ടുനിന്ന ചില UDFൻ്റെ നേതാക്കന്മാർ, നിങ്ങൾക്ക് എല്ലാവരോടും ചോദിച്ചറിയാം, കാലത്ത് 8 മണിക്ക് വരുന്ന ചില നേതാക്കന്മാർ ഇദ്ദേഹമായിട്ടാണ് ചർച്ച ചെയ്യാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ നല്ല വെള്ള ചമഞ്ഞുകൊണ്ട് വാർത്തകളും അതോടൊപ്പം തന്നെ പ്രഖ്യാപനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.